Welcome back to Idea Tech Master. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് പ്ലക്കർ ആണ്. അതായത് നമ്മുടെ വീട്ടിലെ മുറ്റങ്ങളിലോ കൃഷിയിടങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്ലാന്റുകളും കുറ്റിച്ചെടികളൊക്കെ വളരെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് ഈ പ്ലാന്റ് പ്ലക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൂളിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ പ്ലാന്റ് പ്ലക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വന്ന ഒരു പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ചിന്റെ പൈപ്പോ 1.25 ഇഞ്ചിന്റെ പൈപ്പോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഹെവി പർപ്പസ് ആണെങ്കിൽ ഹെവി ആയിട്ടുള്ള പൈപ്പുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇനി നമ്മുടെ ഈ പൈപ്പിന്റെ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ പ്ലാന്റ് പ്ലക്കർ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു നീളം എന്ന് പറയുന്നത് 90 സെന്റിമീറ്ററാണ്. നിങ്ങൾ ഉയരം കൂടിയ ആളുകളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ 1 മീറ്ററോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ നമ്മളിവിടെ ഏകദേശം 90 സെന്റിമീറ്ററിലാണ് നമ്മൾ ഇതിന്റെ നീളം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 90 സെന്റിമീറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത പീസ് നമ്മളിതേ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ഈ ഒരു പീസ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 1 അടി നീളത്തിൽ 12 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഒരു ചെറിയൊരു പീസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ഏകദേശം റാ ഷേപ്പിൽ നമുക്കൊന്ന് വളച്ചെടുക്കണം. അപ്പൊ ഈ ഒരു സ്ക്വയർ പൈപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടയോ സാധാ കമ്പിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ തൽക്കാലം ഈ ഒരു സ്ക്വയർ പൈപ്പിന്റെ പീസ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ റാ ഷേപ്പിൽ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 12 ഇഞ്ചിന്റെ പീസ് നമ്മൾ 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 ഇഞ്ചിൽ 3 ആയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് പീസ് ആക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ 3/4 ഇഞ്ചിലെ വി ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റാ പോലെ വളക്കിയെടുക്കാൻ പറ്റും. അപ്പൊ വളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഒരു വൈസ് വെച്ചിട്ട് വളരെ പതുക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ പതുക്കെ വളച്ചെടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ജോയിന്റ് ഇതുപോലെ നമ്മൾ വൈസിൽ സെറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ജോയിന്റ് നമ്മൾ വളച്ചെടുക്കാം. അപ്പൊ കാണാൻ കറക്റ്റ് നമുക്ക് ഒരു യു ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ റാ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ റാ ഭാഗം നമ്മൾ ഇതുപോലെ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് ഇതുപോലെ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കണം. ഒരു ടൈൽ പോലെ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ റാ നമ്മൾ വാലൊക്കെ ഒട്ടിച്ചെടുത്ത് നമ്മളിപ്പോ പി പോലെ ആക്കിയിട്ടുണ്ട്. ഒരു പീസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പി ആയി, തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 9 ആയി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാലും കൂടി വെച്ച് കഴിഞ്ഞാൽ പായുമായി അവിടെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാല് നമുക്ക് ഈ ഒരു റായുടെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ റായുടെ അടിഭാഗത്തായിട്ട് നമ്മുടെ പട്ട നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട അതേ നീളത്തിൽ തന്നെ നമ്മളിപ്പോൾ മുറിച്ചെടുത്ത അതേ പട്ടയുടെ അതേ നീളത്തിൽ തന്നെ ഒരു പീസും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ പീസ് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ 90 സെന്റിമീറ്റർ മുറിച്ച് വെച്ചാൽ ഈ ഒരു സ്ക്വയർ പൈപ്പിന്റെ അടിയിലായിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പട്ട നമ്മുടെ സ്ക്വയർ പൈപ്പിൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് വെച്ച് വെൽഡ് ചെയ്യരുത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പട്ട എടുത്തിട്ട് നമ്മൾ ആദ്യം വെൽഡ് ചെയ്ത പട്ടയോട് ഇതുപോലെ നമ്മൾ ചേർത്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് അതായത് നമ്മുടെ റായുടെ ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ വെൽഡ് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പീസിൽ നമ്മൾ പട്ട വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 2 ഫ്രെയിമും നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ 2 ഫ്രെയിമും നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പേന ഉപയോഗിച്ചിട്ട് 2 ഫ്രെയിമിലും നമ്മൾ ആ കറക്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അടിയിലും മേളിലും നമ്മൾ മാർക്ക് ചെയ്യുക, അതുപോലെ 2 സൈഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്തതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഇതുപോലെ നമ്മളൊരു പോയിന്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഹോൾ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ 2 ഫ്രെയിമിൽ നമ്മളിതേ കറക്റ്റ് ആയിട്ട് നമ്മൾ ഹോൾഡ് ഇട്ടുണ്ട്. അപ്പൊ ഹോൾഡ് ഇടുമ്പോൾ ചെയ്യാനൊന്നും പാടില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തതുപോലെ തന്നെ 2 ഫ്രെയിമും നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലത്തെ ബോൾട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇടുന്നു. 2 ഫ്രെയിമും നമ്മൾ സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് നമ്മൾ 2 ബോളിന്റെയും കറക്റ്റ് ആയിട്ട് ഹോളിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ബോൾട്ട് നമ്മൾ ഇട്ട് വെക്കുന്നു. അപ്പൊ നമ്മുടെ പ്ലാന്റ് പിക്കറിന്റെ വർക്ക് നമ്മളിപ്പോ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്ലാന്റ് പിക്കറിന്റെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് പ്ലാന്റുകൾ പിക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ അനായാസം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്ലാന്റ് പിക്കർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെടികൾ പറിച്ചു നോക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു ചെടി നമുക്ക് പറിച്ചു നോക്കാം. അപ്പൊ ഇത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ഇതുപോലെ ചവിട്ടി പിടിച്ചിട്ട് ഇതിങ്ങനെ ലോക്ക് ആക്കുക. അതിനുശേഷം ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെടി പുഷ്പം പോലെ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞ് കയ്യിലോട്ട് പോരും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് പറിച്ചു നോക്കാം. അതേപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെക്കുന്നു, ലോക്ക് ചെയ്യുന്നു. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റുകൾ മാത്രമല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇതുപോലെയുള്ള പ്ലാന്റുകൾ വരെ നമുക്ക് ഇതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും.
എനിക്ക് തോന്നുന്നു ഇതിന്റെ സൈസ് കുറച്ചും കൂടി ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പ്ലാന്റുകൾ വരെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ചെടി നമ്മൾ ലോക്ക് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ഇതേ ഇങ്ങോട്ട് ഞങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഇതേ കയ്യിലിരുന്നു. അപ്പൊ നമ്മുടെ പ്ലാന്റ് പിക്കർ എന്ന് പറയുന്ന ടൂൾ നല്ല കിടലാൻ കാച്ചിയ ടൂളാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഈ പറിക്കാൻ പോകുന്ന തെങ്ങൻ തൈയാണ്. തെങ്ങൻ തൈ പറിച്ചു നോക്കാം കിട്ടുമത്. വളരെ സിമ്പിൾ ആയിട്ട് ഇതാ തെങ്ങൻ തൈ നമ്മുടെ കയ്യിലിരുന്നു. അപ്പൊ നമ്മുടെ പ്ലാന്റ് പിക്കർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലൻ ടൂൾ തന്നെയാണ്. അതായത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഏതൊരു പ്ലാന്റും നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് ഞങ്ങൾ ഒന്ന് എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ഗുഡ് ബൈ.